ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് SLC കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലോട്ട് കയറുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടേംസ് ഉണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഷെൽ എന്താണ്, സബ് ഷെൽ എന്താണെന്നുള്ള. ഷെല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്ത് ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ത്രൂ എ ഫിക്സഡ് സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്സ് ഓർ ഷെൽ. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഒരു സർക്കുലാർ പാത്തിലൂടെ, ഫിക്സഡ് ആയിട്ടുള്ള ഒരു സർക്കുലാർ പാത്തിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഈ ഒരു സർക്കുലാർ പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഷെൽ എന്ന് അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഈ ബോർ മോഡൽ അനുസരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്താണ്, ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഫിക്സഡ് ആയിട്ടുള്ള സർക്കുലാർ പാത്തിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത്. അടുത്തായിട്ട് സബ് ഷെൽ എന്താണ്, ഓരോ ഷെല്ലിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് എനർജി ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ എനർജി ലെവലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ് ഷെൽ എന്ന് പറയുന്നത്. നമ്മുടെ ഷെല്ല് മെയിൻ എനർജി ലെവലാണെങ്കിൽ അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ് എനർജി ലെവൽസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഓരോ സബ് എനർജി ലെവൽസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സബ് ഷെൽസ് എന്ന് പറയുന്നത്. സബ് ഷെല്ല് പ്രധാനമായിട്ടും നമുക്കിവിടെ 4 പഠിക്കാനുള്ളത്. എസ്, പി, ഡി, എഫ്. നമ്മൾ ഏതൊക്കെയാണ്, എസ്, പി, ഡി, എഫ് എന്നിങ്ങനെ 4 എന്തുണ്ട്, സബ് ഷെൽസ് ഉണ്ട്. ഓക്കെ, അടുത്തായിട്ട് ഓരോ സബ് ഷെല്ലിനും എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. എസ് സബ് ഷെല്ലിന് മാക്സിമം 2 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പിക്ക് 6ഉം ഡിക്ക് 10ഉം എഫിന് 14 ഇലക്ട്രോൺസിനെ മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് താഴെ എത്ര വേണമെന്ന് ആവാം, പക്ഷേ മാക്സിമം അവർക്ക് ഇത്രയേ പറ്റത്തുള്ളൂ. അടുത്തായിട്ട് നമ്മൾ ഓരോ ഷെല്ലും എത്ര സബ് ഷെല്ലുണ്ട്, അതിനകത്ത് എത്ര ഇലക്ട്രോൺസ് മാക്സിമം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമ്മൾ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെൽസിനെ മെയിനായിട്ട് നെയിം ചെയ്യുന്ന 1, 2, 3 അല്ലെങ്കിൽ KLM എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ഷെല്ലിനെ നെയിം ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഷെല്ല് അല്ലെങ്കിൽ K ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് മാക്സിമം കൊള്ളാൻ സാധിക്കും, 2 ഇലക്ട്രോൺസെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ, എസ് സബ് ഷെൽ, ഒരൊറ്റ സബ് ഷെല്ലിൻ്റെ ആവശ്യം അവിടെ ഉള്ളൂ. എസ് സബ് ഷെല്ല് തന്നെ മാത്രമേ ആവശ്യമുള്ളൂ. കാരണം അതിൽ 2 ഇലക്ട്രോൺ ഫില്ലാകുമ്പം തന്നെ അത് കംപ്ലീറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തേ ആവശ്യമുള്ളൂ, ഫസ്റ്റ് സബ് ഷെല്ലായിട്ടുള്ള എസ് സബ് ഷെല്ല് മാത്രമേ ആവശ്യമുള്ളൂ. അതിനെ നമ്മൾ 1s എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഫസ്റ്റ് ഷെല്ലിലായതുകൊണ്ടാണ് അതിൻ്റെ ഫ്രണ്ടിൽ 1 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1s മാത്രമേ എന്തുള്ളൂ, നമ്മുടെ K ഷെല്ലിൽ ഉള്ളൂ. അടുത്തതായിട്ടെന്ന് പറയുന്നത് രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള ഏതാണ്, എല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടെയുള്ള സബ് ഷെൽസ് ഏതൊക്കെയാണ്, എസും പിയും ആണ്. 2s 2p 2 ഷെല്ല് ഉള്ളത് കൊണ്ടാണ് അവർക്ക് അവൻ്റെ ഫ്രണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഷെൽ നമ്പർ 2 എന്ന് പറഞ്ഞ ഫ്രണ്ടിൽ വന്നത്. 2s 2p, എസ്സിൽ 2 കൊള്ളാം, പിയിൽ മാക്സിമം 6 കൊള്ളും. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് 8. അതായത് എല്ലിൽ എത്ര കൊള്ളും, മാക്സിമം 8. അപ്പോൾ അതിൽ 2 എസ്സിലോട്ടും ബാക്കിയുള്ള 6 ഏതിലോട്ടുമാണ്, പിയിലോട്ടുമാണ് പോകുന്നത്. അടുത്തതായിട്ടുള്ളത് എം ആണ്. അടുത്ത ഷെല്ലിൻ്റെ പേരെന്താണ്, എം ആണ്. എം ഷെല്ലിൽ എത്ര മാക്സിമം കൊള്ളും, 18 ഇലക്ട്രോൺസ് മാക്സിമം കൊള്ളും. അപ്പോൾ ആദ്യത്തെ 2 ഇലക്ട്രോൺസ് 3sൽ പോവും, പിന്നെ ഉള്ള 6 3pയിൽ പോവും, ബാക്കി ബാലൻസ് 10 എത്ര പോവും, 3dയിൽ പോവും. അപ്പോൾ 10ഉം 6ഉം 8 മൊത്തം 18 എന്ത് ചെയ്യുന്നുണ്ട്, 3 ഷെല്ലിൽ സബ് ഷെല്ലായിട്ടാണ് ഇവിടെ നിറയുന്നത്. 3s 3p 3d. അടുത്ത 4ാമത്തെ ഷെല്ലായിട്ടുള്ള എന്താണ്, എൻ ഷെല്ലിൽ എത്ര മാക്സിമം കൊള്ളും, 32 കൊള്ളും. അവിടെ ഏതൊക്കെയാണ്, 4s 4p 4d 4f. 6 10 14 എന്നിങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അതിനകത്ത് ഫില്ലാവുന്നത്. ഇവിടെ എല്ലാത്തിലും മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, സബ് ഷെല്ലിൽ എല്ലാത്തിലും മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നുണ്ട്. എസ്സിൽ മാക്സിമം 2, പിയിൽ മാക്സിമം 6, ഡിയിൽ മാക്സിമം 10ഉം എഫിൽ മാക്സിമം 16 നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷെൽ നമ്പറും സബ് ഷെല്ലുകളുടെ എണ്ണവും ഒന്നാണ്. ഒരിപ്പം നമ്പർ ഓഫ് ഷെല്ല് 1 നമ്പർ ഓഫ് സബ് ഷെല്ല് 1 നമ്പർ ഓഫ് ഷെല്ല് 2 നമ്പർ ഓഫ് സബ് ഷെല്ല് 2 3 3 4 4. അതും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രത്യേകതയാണ്. അടുത്തായിട്ട് നമുക്ക് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്ന് നോക്കാം.
Electrons occupy various subshells according to the increasing order of their energies. This is known as സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്താണ് പറയുന്നത്? നമ്മൾ സബ്ഷെല്ലിലെ ഇലക്ട്രോൺസ് നിറയ്ക്കുന്നത് ഒരു പ്രത്യേക ഓർഡറിലാണ്. എങ്ങനെയാണ്? ആദ്യം ഏറ്റവും കുറഞ്ഞ എനർജിയുള്ള സബ്ഷെൽസിലാണ് ആദ്യം ഫില്ല് ചെയ്യുന്നത്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? എനർജി കൂടിയ സബ്ഷെല്ലിലോട്ട് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് നിറയ്ക്കുന്നത്. ഏറ്റവും ലോവസ്റ്റ് എനർജിയുള്ള സബ്ഷെല്ലായിരിക്കും ആദ്യം നിറയ്ക്കുന്നത്. എന്നിട്ട് അതിനേക്കാളും എനർജിയുള്ള അങ്ങനെ എനർജിയുടെ സബ്ഷെൽസിൻ്റെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എപ്പോഴും ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടെ കാണിച്ചേക്കുന്ന പോലെ 1s 2s നോക്കുകയാണെങ്കിൽ 1sനാണ് എനർജി കുറവ്. ആരെക്കാളും 2sനെക്കാളും 1sന് എനർജി കുറവാണ്. അപ്പോൾ 1s കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? 2s ഫില്ല് ചെയ്യുള്ളൂ. ഇപ്പോൾ 1s 2 ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? 2s ഫില്ല് ചെയ്യുള്ളൂ. 2s കംപ്ലീറ്റ് ആയതിനു ശേഷം 2p 3s 3p അങ്ങനെ പോവും. നമ്മളിവിടെ ഇൻക്രീസിങ് ഓർഡർ, അതായത് സബ്ഷെല്ലിൻ്റെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. എങ്ങനെയാണ്? 1s 2s 2p 3s 3p 4s 3d 4p 5s 4t അങ്ങനെ എക്സെട്ര ഇങ്ങനെ പോകും. നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളത് 3p 4s 3d എന്നുള്ളതാണ്. കാരണം എന്താണ്? 4sന് 3dയെക്കാളും എന്താണ്? എനർജി കുറവാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? 4s ആദ്യം അതിനുശേഷം 3dയും വരുന്നത്. എന്താണ്? 4sന് 3dയെക്കാളും എനർജി കുറവായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? 3dക്ക് മുന്നേ എന്ത് ചെയ്യുന്നത്? 4s വരുന്നത്. അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കാനാണ്. നമ്മളിപ്പം അടുത്തായിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെയാണ് ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ആദ്യത്തെ ഒരു 10 എലമെൻസിൻ്റെ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ 10 എലമെൻസിൻ്റെ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ശ്രദ്ധിച്ച് നോക്കുക. ആദ്യമായിട്ട് എടുക്കുന്ന ഏതാണ്? ഹൈഡ്രജൻ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ആകെ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എന്താണ്? അത് ആദ്യത്തെ ഏറ്റവും എനർജി കുറഞ്ഞ ആർക്കാണ്? 1s. അപ്പോൾ 1sലാണ് ഫില്ല് ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണിച്ചേക്കുന്ന 1s 1. നമ്മൾ ഈ 1 എന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കാണിച്ചേക്കുന്ന 1 ആണ് നമ്മുടെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം. റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസിൻ്റെ എണ്ണം പറയുന്നത്. ഇവിടെ ആകെ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ 1s 1. എസ്സിൽ മാക്സിമം എത്ര എണ്ണം കൊള്ളും? 2 എണ്ണം കൊള്ളും. ഓക്കെ. അടുത്തതായിട്ട് എന്താണ്? ഹീലിയം. ഹൈഡ്രജൻ കഴിഞ്ഞ് അടുത്തായിട്ട് ഹീലിയത്തിൽ എത്ര എണ്ണം ഉണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അറ്റോമിക് നമ്പർ 2 ആണ്. 2 ഇലക്ട്രോൺസ് ഉണ്ട്. അതും ആദ്യം ഏതിലാണ്? 1s തന്നെയാണ് ഫസ്റ്റ് ഫില്ല് ചെയ്യുന്നത്. 1s 2. ഇവിടെ കണ്ടോ? 2 എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ്. റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രോൺസിൽ ആ സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തെ ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അതുകൊണ്ട് തന്നെ എത്രയുണ്ട്? 3 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഏതാണ് ഏറ്റവും എനർജി പറഞ്ഞാൽ 1s നിറയ്ക്കുന്നത്. 1s മാക്സിമം എത്ര എണ്ണേ നിൽക്കുകയുള്ളൂ? 2 എണ്ണേ നിൽക്കുകയുള്ളൂ. ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അതുകൊണ്ട് തന്നെ 1s 2 എണ്ണം ഫില്ല് ചെയ്തതിന് ശേഷം അടുത്ത ഒരെണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? 2sലാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്? 1s 2s 1. അപ്പം 1s 2 2s 1 കൂട്ടി 3 എണ്ണം. അതേപോലെ തന്നെയാണ് നമ്മൾ ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ എല്ലാത്തിൻ്റെ എഴുതിയിട്ടുണ്ട്. നോക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഡി സബ്ഷെല്ലിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്താണെന്ന് നോക്കാം. ഡി സബ്ഷെൽ ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം ഓഫ് 10 ഇലക്ട്രോൺസ്. ദ കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ ഓർ ദ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ഓഫ് ദി സബ്ഷെൽ ഈസ് മോർ സ്റ്റേബിൾ ദാൻ അതേഴ്സ്. എന്താണ്? ഡി സബ്ഷെല്ലിൽ മാക്സിമം 10 ഇലക്ട്രോൺസ് ആണ് ഫില്ല് ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിന് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 10 ഇലക്ട്രോൺസ് ആണ്. അപ്പം ഈ ഒരു 10 ഇലക്ട്രോൺസിൽ ഹാഫ് ഫിൽഡ് ആയിരിക്കുന്ന സമയം, അതായത് D5 ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് 10 ഇലക്ട്രോൺ ഫില്ല് ചെയ്തേക്കുന്ന സമയത്തും നമ്മുടെ ഡി സബ്ഷെല്ല് ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും. ബാക്കിയുള്ള അവസ്ഥയെക്കാളും 5 ഇലക്ട്രോൺസോ 10 ഇലക്ട്രോൺസോ ഡി സബ്ഷെല്ല് ഫില്ല് ചെയ്തേക്കുന്ന സമയം ഡി സബ്ഷെല്ല് മോർ സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ആ ഒരു സ്റ്റേറ്റിൽ നിലനിൽക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പം ഇങ്ങനെ വരുന്ന 2 എലമെൻസിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ക്രോമിയവും കോപ്പറിൻ്റെയും കാര്യം. ക്രോമിയം 24ഉം കോപ്പർ 29ഉം ആണ് ഇവിടെ പറയുന്നത്. നമുക്ക് ആദ്യം ക്രോമിയത്തിൻ്റെ നോക്കാം. ക്രോമിയത്തിൻ്റെ എന്താണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1s2 2s2 2p6 3s2 3p6 3d5 4s1 എന്നുള്ളത്.
ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നോക്ക്, ഞാൻ പറഞ്ഞു 3Dയെക്കാളും 4Sനാണ് എന്ത് എനർജി കുറവ്. അപ്പോൾ 4S ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 3D ഫില്ല് ചെയ്യാവുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്, 4Sൽ ഒരെണ്ണം മാത്രം, 2 അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന 4Sൽ 1 മാത്രം ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 3Dയിൽ 5 ഫില്ല് ചെയ്യുന്നുണ്ട്. അതെന്താണ്, നമ്മൾ ഇത്രയും നേരം പഠിച്ച ആ റൂളിൻ്റെ വയലേഷനാണ്. പക്ഷേ എന്താണ്, ഇതാണ് കറക്റ്റായിട്ടുള്ളത്. കാരണം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞാണ് 3D 5 ആയിരിക്കുന്ന സമയത്തും 3D 10 ആയിരിക്കുന്ന സമയത്തും എന്താണ്, നമ്മുടെ ഡി സബ്ഷെല്ല് മോർ സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, 5ഉം 10ഉമായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെയാണ് അടുത്തായിട്ട് കോപ്പറിൻ്റെ കാര്യം വരുന്ന സമയത്ത് അവസാനം നോക്കൂ, 3D 10 4S1 4S 2 ഫില്ല് ചെയ്യാമെന്നിരിക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് ഒന്നും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ 3Dയിൽ ഫില്ല് ചെയ്ത് 9 പകരം 10 ആയിട്ട് നിൽക്കും. കാരണം എന്താണ്, അവർക്ക് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. ഈ 2 എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഇതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി. കാരണം എന്താണ്, ഈ ഒരു 4Sൽ 1 വരുന്നതുകൊണ്ടാണ്. കാരണം എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ 2 എഴുതി ഇപ്പുറത്ത് 4ഉം 9ഉം എഴുതി തെറ്റിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് എങ്ങനെയാണ് ബ്ലോക്കും പീരീഡും കണ്ടുപിടിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏതൊരു എലമെൻറ്റിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയതിന് ശേഷം അതിൽ ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ ഫില്ല് ചെയ്യുന്നത് അതായിരിക്കും അതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ ഫില്ല് ചെയ്യുന്നത് അതായിരിക്കും അതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ കുറേ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കാം. ആദ്യം ലിഥിയത്തിൻ്റെയാണ് പറയുന്നത്. അറ്റോമിക് നമ്പർ 3 ആണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s1 ആണ്. ലാസ്റ്റത്തെ ഇലക്ട്രോൺ ഏതിലാണ് കയറിയിരിക്കുന്നത്, 2s എസ് സബ്ഷെല്ലിലാണ് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എസ് ബ്ലോക്കിലായിരിക്കും. അടുത്തതായിട്ട് ഏതാണ്, മഗ്നീഷ്യം തന്നിട്ടുണ്ട്, 12 ആണ്. 1s2 2s2 2p6 3s2 ആണ്. അവസാനത്തെ ഇലക്ട്രോൺ ഏതിലാണ് കയറിയിരിക്കുന്നത്, 3sലാണ്. അതുകൊണ്ട് തന്നെ അതും എസ് ബ്ലോക്കിലായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് അയൺ നോക്കാം. അയൺ നോക്കുന്ന സമയത്ത് നോക്കുക, 1s2 2s2 2p6 3s2 3p6 3d6 4s2. ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ്, 3Dയിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ കയറുന്നത്. അതുകൊണ്ട് തന്നെ അത് ഡി ബ്ലോക്കിലാണ്. എസ് ആണെന്ന് 4s കണ്ടിട്ട് എസ്സിലാണെന്ന് എഴുതി കളയരുത്. ലാസ്റ്റ് ഇലക്ട്രോൺ ഏതിലാണ് കയറുന്നത്, 3D. കാരണം 4s ഫില്ല് ചെയ്തതിന് ശേഷമാണ് 3D ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് ഇലക്ട്രോൺ ഏതാണ് കയറുന്നത്, 3Dയിലാണ് കയറുന്നത്. അതുകൊണ്ട് തന്നെ അത് ഡി ബ്ലോക്ക്. ഓക്കെ, അതെപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ്, ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ കയറുന്നത് അതാണ് അതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തായിട്ട് പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. The period number is the same as the shell number of the outermost shell in the subshell electronic configuration. എങ്ങനെയാണ് പീരീഡ് കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത്, നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ ഔട്ടർമോസ്റ്റ് സബ്ഷെല്ലിൻ്റെ ഷെൽ നമ്പർ എത്രയാണോ അത് തന്നെയായിരിക്കും അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. എന്താണ്, നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഏറ്റവും അവസാനം വരുന്ന സബ്ഷെല്ലിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പർ അതാണ് അതിൻ്റെ പീരീഡ്. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് ഏറ്റവും അവസാനം വരുന്ന സബ്ഷെല്ലിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ആ ഒരു നമ്പർ, അതായത് അതിൻ്റെ ഷെൽ നമ്പർ എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹയസ്റ്റ് ഷെൽ നമ്പർ എന്ന് വേണമെങ്കിലും പറയാം. നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ ഹയസ്റ്റ് ഷെൽ നമ്പർ തന്നെയായിരിക്കും അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നതും. എങ്ങനെ വേണോ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.